ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ അമ്മ ആദിക്കുട്ടനെ സ്കൂൾ ബസ് കയറ്റി വിടാനായിട്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ. പോയപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു പെട്ടെന്ന് റെഡിയാകുക, നമുക്ക് അമ്മയുടെ വീട് വരെ പോകാമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ റെഡിയായി. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് ഓർത്തത്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കിനും അമ്മ അവനെ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് തിരിച്ച് വന്നിരുന്നു. പിന്നെ അമ്മ റെഡിയാകാനായിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡിയായി കുടയൊക്കെ ചൂടി ഇറങ്ങിയിട്ടുണ്ട്. മണർകാട് നിന്നും പൊൻകുന്നത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. മഴയായതുകൊണ്ടും രാവിലെ സൈഡ് സീറ്റ് കിട്ടാത്തത് കൊണ്ടും എനിക്ക് പുറത്ത് സീനുകളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അവിടുന്ന് നേരെ ഞങ്ങളിത് പൊൻകുന്നത്തെത്തി. അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് പൊൻകുന്നത്തൊന്ന് അമ്മച്ചിയുടെ വീട്ടിലേക്കുള്ള വണ്ടിക്ക് കയറിയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലെത്തി വീട്ടിലേക്ക് നടക്കുകയാണ്. നടക്കുന്ന വഴിയിൽ അമ്മയുടെ കുഞ്ഞിലത്തെ ഓരോരോ കഥകൾ എനിക്ക് പറഞ്ഞു തരികയാണ്. ഓരോ തവണ പോകുമ്പോഴും അമ്മ എനിക്കിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാറുണ്ട്. പറഞ്ഞാലും അമ്മയ്ക്ക് വന്നി വരാത്തതുകൊണ്ടായിരിക്കും അമ്മ ആദ്യമായിട്ട് പറയുന്ന കണക്ക് എനിക്കിതെല്ലാം പറഞ്ഞു തരുന്നത്. സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളും, അമ്പലത്തിൽ പോകുന്നതും, റേഷൻ വാങ്ങാൻ പോകുന്നതും, വിറക് പെറുക്കാൻ പോകുന്നതും ഒക്കെ അമ്മ ഓരോന്നും ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് പറഞ്ഞു തരും. ഞാനിങ്ങനെ അമ്മ പറയുന്ന കഥകളെല്ലാം കേട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് വീടിനടുത്തെത്തി. ഇവിടെ നിന്ന് ആ കാണുന്നതാണ് അമ്മയുടെ വീട്. നമ്മൾ ഈ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കിനും വീട്ടിലെത്തും. കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ വരുമ്പോഴത്തേക്കിനും 2 സൈഡിൽ റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ തോട്ടത്തിനിടയിൽ കൂടെയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമേ റബ്ബർ തോട്ടം ഉള്ളൂ കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ മുഴുവൻ കൈത കൃഷിയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പുകയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ, അമ്മച്ചി എന്തൊക്കെയോ പുകയ്ക്കുന്നുണ്ടെന്ന്. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. പറമ്പിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ നിൽക്കുന്നു. എന്നാൽ പിന്നെ ഓരോ ചോട് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും കൂടെ പറിക്കാനായിട്ട് ഇറങ്ങി. കിളുത്ത് കയറട്ടത്. ഈ ബീട്രൂട്ട് അവിടെ കുഴിച്ചു വെക്കാൻ മേലായിരുന്നു. അങ്ങോട്ട് പോവണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ട്. ഇവിടെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ വെള്ളയോ? അങ്ങനെ നമ്മൾ പറമ്പിൽ നിന്നും മുറ്റത്തു നിന്നൊക്കെ കുറച്ച് ഇലച്ചെടികൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചു. ഇതാ കണ്ടില്ലേ എന്താ ഭംഗി ചെടികളൊക്കെ കാണാനായിട്ട്. ഉച്ചയ്ക്കത്തെ ചോറൂണിന് ഉണക്കമീൻ ചമ്മന്തിയും കപ്പളങ്ങ തോരനും മുട്ട പൊരിച്ചതും മോരും ഒക്കെ കൂട്ടി നമ്മൾ കഴിച്ചു. ഇനി ആദ്യക്കൂട്ടൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചെത്തണമല്ലോ. അപ്പോൾ 1:30 ബസ് തിരിച്ചുണ്ടായിരുന്നു. ആ ബസ്സിന് കയറി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയാണ് പണി കേട്ടോ. ഇങ്ങോട്ട് വന്ന എളുപ്പത്തിൽ തിരിച്ച് കയറാൻ പറ്റില്ല, കാരണം അങ്ങോട്ട് കയറ്റമാണ്. അതുകൊണ്ട് തന്നെ ബസ് വരുന്നതിന് 20 മിനിറ്റ് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെ ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നു. ഈ കാണുന്നതാണ് അമ്മച്ചിയുടെ മാടക്കട. എപ്പോൾ ഇവിടെ എത്തിയാലും അമ്മച്ചി നമുക്ക് നാരങ്ങ മുട്ടായും ലേസും ഒക്കെ തരും. അത് അമ്മച്ചിയുടെ ഒരു പതിവാണ്. അങ്ങനെ മാടക്കടയിൽ നിന്ന് നാരങ്ങ മുട്ടായിയൊക്കെ മേടിച്ചു. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ ബസ് വന്നു. അങ്ങോട്ട് പോയപ്പോൾ കിട്ടാത്ത സന്തോഷം എനിക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടി കേട്ടോ. വിൻഡോ സൈഡുള്ള സീറ്റും പിന്നെ ബസ്സിലെ പാട്ടും അതൊരു വേറെ ലെവലാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്നാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.